വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ ഏറെ സ്നേഹമുണ്ട്. വ്യത്യസ്തമായ വികാരമായിപ്പോടെയാണ് എഴുതിയിട്ടുള്ളത്. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സായാഹ്നം വളരെ മനോഹരമായ ഓർമ്മകളിൽ ഒത്തിവെക്കാൻ കഴിയുന്ന വളരെ സുന്ദരമായ ഒരു സായാഹ്നം. പ്രത്യേകിച്ച് കൊടുങ്ങല്ലൂരിന്റെ അമ്മ മലയാളത്തിലെ തന്നെ പ്രിയ കവി ഒരുപാട് ഏകദേശം 500ഓളം ഗാനങ്ങൾ രചിച്ചിട്ടുള്ള 400ഓളം രചനകൾ കവിതകൾക്കൊക്കെ നിരൂപണം എഴുതിയിട്ടുള്ള ബക്കർ മേഖലയുടെ സാഹിത്യത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ, നമ്മുടെ പ്രധാനാധ്യാപകനായിരുന്ന മൊയ്തീൻ മാഷിന്റെ സാന്നിധ്യത്തിൽ, നമ്മുടെ ഈ പഞ്ചായത്തിന്റെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ നജ്മൽ ഷക്കീറിന്റെ സാന്നിധ്യത്തിൽ ഇത്തരമൊരു രചന പ്രകാശനം ചെയ്യുക എന്ന് പറയുന്ന സത്യം പറഞ്ഞാൽ വല്ലാത്ത സന്തോഷമുണ്ട്. ആർക്കും ഞാൻ പ്രത്യേകം ഈ നമ്മുടെ അതിഥികളെയും ഇവിടെ വന്നിട്ടുള്ള എല്ലാ സ്നേഹമുള്ള എല്ലാവരെയും, കുട്ടികളെയും രക്ഷിതാക്കളെയും ഒക്കെ നിങ്ങളോടുള്ള നന്ദി, കൃതജ്ഞത ആമുഖമായി രേഖപ്പെടുത്തുകയാണ്. ഇവിടെ എനിക്കൊരു സന്തോഷം, മാഷ് മാഷിനോട് ചോദിച്ചു, എനിക്ക് പ്രശ്നമുണ്ടോ? ഞാനിങ്ങനെ സംസാരിച്ചപ്പോൾ നീ പ്രശ്നമുണ്ടോന്ന് മുമ്പ് ചോദിച്ചിരുന്നു, പ്രശ്നം കഴിഞ്ഞപ്പോഴും ചോദിച്ചിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്ന ഒരു വൈജ്ഞാനികമായ ഒരു സദസ്, ഒരു കവിതയെ കുറിച്ചുള്ള കുറച്ചുകൂടി ഒരു ആഴത്തിലുള്ള ഒരു വായനക്കൊക്കെ ഒരു നിമിത്തമാകുന്ന സംസാരങ്ങളായിരുന്നു നമ്മൾ പ്രകാശനം ചെയ്യുന്നത്. മക്കൾ നേരത്തെ സംസാരിച്ചിട്ടുള്ളൂ, അതുപോലെ തന്നെ മൊയ്തീൻ മാഷ് സംസാരിച്ചിട്ടുള്ളൂ. കുറച്ചുകൂടി ഒരു വെറുതെ പ്രശംസിക്കുക എന്നതിനേക്കാൾ ഒരു വൈജ്ഞാനികമായ പ്രതലത്തിലേക്ക് എത്തി എന്നുള്ളത് ഈ സദസ് ധന്യമാക്കിയിട്ടുണ്ട്. പ്രത്യേകം ഇരുവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം ഇവിടെ കേട്ട നല്ല വാക്കുകൾ, ഒരുപാട് നല്ല വാക്കുകൾ, എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നമ്മൾ എന്നെ ഭാരപ്പെടുത്തുകയാണ് അത്തരം വാക്കുകൾ എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നാറ്. കാരണം കുറച്ചുകൂടി ഉത്തരവാദിത്തത്തെ കുറിച്ച്, കലയെയും കവിതയെയും ഒക്കെ കുറച്ചുകൂടി ഗൗരവത്തോടു കൂടി സമീപിക്കുന്നതിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു നല്ല അധ്യാപകനാക്കുന്നതിനെ കുറിച്ചൊക്കെ ഉള്ള ഗൗരവകരമായ ചിന്തകളാണ് ഇത്തരം നിമിഷത്തിൽ ഈയുള്ളവർ വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ പ്രശംസയും നിങ്ങളുടെ നല്ല വാർത്തകളൊക്കെ കുറച്ചുകൂടി ഭാരപ്പെടുത്തുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കവിതയിലേക്ക് നമ്മൾ വരുമ്പോൾ വേരുകൾ എന്നാണ് ഞാൻ എന്റെ ഈയുള്ളവരെ കവിതക്ക്, ഈ പുസ്തകത്തിന് പേര് നാമകരണം ചെയ്തിട്ടുള്ളത്. വേര് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, മലയാളത്തിന്റെ വളരെ മനോഹരമായ പ്രശസ്തമായ ഒരു നോവലിന്റെ പേര് കൂടിയാണ് വേരുകൾ എന്നത്. എന്റെ സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ചു, വേരുകൾ എന്ന പേര് പറയാൻ മറ്റൊരു പേര് സ്വീകരിച്ചു. ഞാൻ പറഞ്ഞു, വേരുകൾ തന്നെ നമ്മളാക്കിയ വേരുകൾ, നല്ല വേരുകളാകുന്ന ഓർമ്മകളെ കുറിച്ച് പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത്. അതുകൊണ്ട് വേരുകൾ തന്നെ നമുക്ക് പേരിടാമെന്ന് ഞാൻ വാശി പിടിക്കുകയും അങ്ങനെയാണ് പേരുകളുണ്ട്. നമുക്കറിയാം, ഒരു നമ്മളെങ്ങനെ നമ്മളായി എന്ന ചോദ്യം, കായകളെ കുറിച്ച്, പൂക്കളെ കുറിച്ച്, ഇലകളെ കുറിച്ച്, അതിന്റെ ശക്തമായിട്ടുള്ള എല്ലാം സംസാരിക്കുമ്പോൾ വേരുകളെ കുറിച്ച് മനുഷ്യർ നമ്മൾ ആരും സംസാരിക്കാറ്. അതേപോലെ തന്നെ നമ്മളുടെ നല്ലതൊക്കെ നമ്മൾ സംസാരിക്കും. നമ്മളാക്കിയ മനുഷ്യരെ കുറിച്ച്, നമുക്ക് ചുറ്റുമുള്ള ആളുകളെ കുറിച്ചുള്ള വേദനകൾ, അവരുടെ മുമ്പ് എങ്ങനെ ആവിഷ്കരിക്കണം, അത് എത്രത്തോളം കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ അവകാശവാദമൊന്നുമില്ല. പക്ഷെ അതിനുള്ള ഒരു എളിയ ശ്രമമാണ് ഈ പുസ്തകത്തിൽ ഉടനീളം ശ്രമിക്കാൻ ഞാൻ വരുത്താൻ ശ്രമിച്ചിട്ടുള്ളത് എന്ന് വളരെ വിനയത്തോടു കൂടി ഞാൻ നിങ്ങളോട് പറയുകയാണ്. അതുകൊണ്ടാണ് മധുവിനെ കുറിച്ച് നമ്മൾ നോക്കുന്നത്. മധു എന്ന് പറയുന്ന നമുക്കറിയാം, ഒരു ചെറുപ്പക്കാരൻ കട്ടതിന്റെ പേര് പറഞ്ഞ്, മോഷണത്തിന്റെ പേര് പറഞ്ഞ് നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിൽ കൊല്ലപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് ഞാൻ എഴുതാൻ ശ്രമിക്കുന്നുണ്ട്. അവന്റെ കളറായിരുന്നില്ല, കളറായിരുന്ന പ്രശ്നമെന്ന് ഞാൻ എഴുതാൻ ശ്രമിച്ചത് മധു എന്ന് പറയുന്നത് എന്റെ ഓർമ്മകളിൽ വേരൂന്നി നിൽക്കുന്ന ഒരു നൊമ്പരമായതുകൊണ്ടാണ്. ഇതുപോലെ തന്നെ എല്ലാവരും നമ്മള് ഗാസയെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്, പലസ്തീനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്, നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് ഒക്കെയും നമുക്ക് ഓർമ്മകൾ സമ്മാനം. നമ്മുടെ മനുഷ്യർ, മാതാവിനെ കുറിച്ച് പറഞ്ഞു, പൊതുവിലായിട്ടുള്ള നമ്മുടെ മാതാപിതാക്കൾ നല്ല വേരുകളാണ്. നമ്മളോട് സംസാരിച്ചവർ നല്ല വേരുകളാണ്. അതെല്ലാം നമ്മളാക്കിയവരാണ് എന്ന തത്വത്തിലാണ്. ഞാൻ 2 ദിവസം മുമ്പ്, ഒരാഴ്ച മുമ്പ് മരണപ്പെട്ട എന്റെ വാപ്പയുടെ സുഹൃത്തും നമ്മുടെ അയൽവാസിയും കൂടി ഉണ്ടായിരുന്നു, ഷംസുഖാനാണ്. ഞാൻ ഒരുപക്ഷെ അടുത്ത മാസമായിരുന്നു ഈ പുസ്തകം ഇറങ്ങുന്നതെങ്കിൽ ഒരുപക്ഷെ എന്റെ പുസ്തകത്തിൽ ഒരു പേര് കൂടി ഉണ്ടാകുമായിരുന്നു. ആ പേരിന്റെ പേര് ഷംസുഖാനായിരുന്നു. കാരണം
അങ്ങനെ ചുറ്റുമുള്ള മനുഷ്യരെയൊക്കെ ഒരു നല്ല പേര്, നല്ല താഴ്വേരായിക്കൊണ്ട് പരിചയപ്പെടാനും ഓർത്തെടുക്കാനുമാണ് ഇതിലൂടെ ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ പുസ്തകത്തിന് വേരുകൾ എന്നുള്ള പേര് ഞാൻ സ്വീകരിച്ചത്. വളരെ വലിയ തോതിൽ പറഞ്ഞു വായിക്കുമ്പോൾ ആ ഒരു അർത്ഥത്തിൽ തന്നെ വായിച്ചു പോകണം. ഞാൻ വലിച്ചു നീട്ടി സംസാരിക്കുന്നില്ല. നിങ്ങൾ വന്നതൊക്കെ എനിക്കറിയാം. അത് സാഹിത്യ മൂല്യം കൊണ്ടൊന്നും ആരാകുന്നില്ല നിങ്ങൾ വന്നത്. അത് സ്നേഹമാണ്, അത് സൗഹൃദമാണ്, അതല്ലെങ്കിൽ ഒരു സഹപ്രവർത്തകരോടുള്ള കരുതൽ കൊണ്ടാണ് നിങ്ങൾ വന്നിട്ടുള്ളത്. ആ സ്നേഹത്തിലൊക്കെയും നല്ല വാക്കുകൾക്കൊക്കെയും വളരെ വളരെ കൈകൂപ്പിക്കൊണ്ടുള്ള കൈകൂപ്പിക്കൊണ്ടുള്ള കൃതജ്ഞത പ്രിയപ്പെട്ടവരെ ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഇവിടെ നമ്മുടെ ആദ്യമായി ഞാൻ പറഞ്ഞല്ലോ ബക്കർ മേത്തൻ വളരെ പ്രശസ്തനാണ് അദ്ദേഹം. എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ ആമുഖത്തിൽ തന്നെ അത് എഴുതി വെച്ചത്. ഞാൻ വലിയ അവകാശവാദങ്ങളൊന്നും ഉന്നയിക്കുന്നില്ല. ഇത് കവിതയാണെന്ന് സ്വീകരിക്കും, ഇത് കവിതയാണെന്ന് തീരുമാനിക്കേണ്ടത് അനുവാചകനാണെന്ന് പറയാൻ കാരണം 400ഓളം കവിതകൾക്ക് നിരൂപണം എഴുതിയ മേത്തയുടെ മുന്നിൽ ഞാനൊരു കവിയാണെന്ന് പറയുന്നത് ജാഗ്രതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്കാണ് തീരുമാനം, നിങ്ങളാണ് കവിതയുടെ തീരുമാനം. പിന്നെ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞ് എനിക്ക് തോന്നുന്നു ചില കവിതകളൊക്കെ ഒരു ആലാപന രൂപത്തിലാണ് ഞാൻ എഴുതാൻ ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് 2-3 കുട്ടികളെ കൊണ്ട് ഞാൻ പാടിച്ചതും ഞാൻ പാടിയതും ഒരുപക്ഷെ നിങ്ങൾ വായിക്കുമ്പോൾ അത്രയൊന്നും അതിന് ആശയ പദത്തിലേക്ക് എത്തണമെന്നില്ലല്ലോ എന്ന് കരുതിയാണ് ഞാൻ പാടാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോ അങ്ങനെ അതിൽ ചില പാടിയതിന്റെ സ്കാൻ ചെയ്യാനുള്ള ചെറിയൊരു കോഡ് അതിന്റെ അടിയിൽ നിങ്ങൾ അത് കേട്ട് ആസ്വദിക്കണം കൂടി പറയണം. ഞാൻ ഓരോരുത്തർക്കായിക്കോട്ടെ നന്ദി പറയുക എന്ന കർത്തവ്യം ഔപചാരികമായി തന്നെ ടീച്ചറിന് വിളിക്കും. എങ്കിൽ കൂടി ഞാൻ വിളിച്ചത് കൊണ്ട് എന്റെ ക്ഷണം സ്വീകരിച്ച് എന്റെ വലിയ ക്ഷണം സ്വീകരിച്ച് വന്ന് നിങ്ങൾക്കൊക്കെയുള്ള പ്രദർശനം ഞാൻ രേഖപ്പെട്ടു. ആദ്യമായി നമ്മുടെ ബക്കർ മേത്തൻ അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം കുഞ്ഞുണ്ണി മാഷിന്റെ സന്തത സഹകാരിയായിരുന്ന ഒരു പ്രകാശകൻ, ഒരു എഴുത്തുകാരനായിരുന്നു ബക്കർ മേത്തൻ. ഞാൻ പറഞ്ഞു ഈ സദസ്സിന്റെ ധന്യമാക്കുന്നത് എന്ന് പറയും. ഈ സദസ്സിനെ അതിന്റെ എല്ലാവിധ രൂപത്തിലേക്കും ഭംഗിയാക്കുന്ന മനോഹരമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം നമ്മുടെ പ്രകാശം ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട കവി തന്നെയാണ്. അദ്ദേഹത്തോട് ഒന്നുമല്ലാത്ത അദ്ദേഹത്തെ വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല എങ്കിൽ കൂടി നമ്മളൊരു പുസ്തകം കൊടുക്കുമ്പോൾ ഒരുവിധ മടിയുമില്ലാതെ മുഷിപ്പുമില്ലാതെ ഞാൻ വരാമെന്നും ഞാൻ വായിക്കാമെന്നും ഞാൻ പറയാമെന്നും അതൊരു പക്ഷെ വിമർശനങ്ങളാകാം, പ്രശ്നമില്ല. അത് വിമർശനങ്ങളായാലും നല്ലതാണെങ്കിലും തെറ്റുകൾ നമ്മൾ സാധാരണ വെട്ടി തെറ്റുകളൊക്കെ മറച്ചു വെക്കും. അങ്ങനെയല്ല, തെറ്റുകൾ പോലും ചൂണ്ടിക്കാണിച്ച് അവിടെ ഈ പാട്ടായിരുന്നു നല്ലതെന്ന് പറയാൻ കാണിച്ച അദ്ദേഹത്തിന്റെ ആർജവത്തെ ഞാൻ പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ തന്നെ മൊഴി മാഷി നമുക്ക് മുമ്പേ വന്നു പോയ മനുഷ്യനാണ്. സ്കൂളിന്റെ നമ്മുടെ ഈ 2ാമത്തെ പുസ്തകമാണ് നമ്മുടെ വിദ്യാലയം പുറത്തിറക്കുന്നത്. 1ാമത്തെ പുസ്തകം മൊഴി മാഷിന്റെ പുസ്തകമാണ്. അദ്ദേഹം ഇതേ ബന്ധം തന്നെയാണ്. തെറ്റുകൾ തെറ്റുകളായിക്കൊണ്ടും ശരികളായിക്കൊണ്ടും പറയുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹം ഡാൻസിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഞങ്ങൾക്കൊക്കെ അത് കൃത്യമായ വിയോജിപ്പുകൾ പലപ്പോഴും അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അദ്ദേഹം പറഞ്ഞുകൊണ്ട് പറയും ലഹരിക്കെതിരെയുള്ള പ്രതിരോധ മാർഗം വളർന്നുകൊണ്ടിരിക്കുന്നത്. ലഹരിക്കെതിരെ പ്രതിരോധം ഡാൻസ് കളിച്ചുകൊണ്ട് ലഹരിക്കെതിരെയുള്ള പ്രതിരോധമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ എതിർക്കുന്നത്. അത് മാത്രമല്ല ഒരുപാട് പശ്ചാത്തലങ്ങളുണ്ട്. അതിന്റെ തന്നെ അഭിപ്രായമാണ്. ഒരുപക്ഷെ നാളെ ഡാൻസിലെതിരെ ഞാൻ കവിത എഴുതും, അതിനൊന്നും കൂടി സംശയമില്ല. കവിത എഴുതാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മാഷ് അത് വായിക്കും. മാഷും ഒരുപക്ഷെ ഫേസ്ബുക്കിലൂടെ ശക്തമായ വിയോജിപ്പ് മാഷും രേഖപ്പെടുത്തും. അതാണ് ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം എന്ന് പറയുന്നത്. മാഷയുടെ നന്ദി രേഖപ്പെടുത്താൻ ഷക്കീർ എനിക്ക് തോന്നുന്നു നന്ദിയൊന്നും പറയേണ്ട ആവശ്യമില്ല. ഒരു സൗഹൃദ ഞങ്ങൾക്കിടയിൽ വേരൂന്നിയിട്ടുണ്ട്. എല്ലാ പേരുകളാണ്. എന്റെ ജീവിതത്തിലെ വേറൊരു താഴ്വേരിന്റെ പേരാണ് നജ്മൽ ഷക്കീർ എന്ന് പറഞ്ഞ അദ്ദേഹം. നല്ല വാക്കുകൾ, നല്ല വായനകൾ, അദ്ദേഹത്തിനും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുക. എല്ലാവരും എന്റെ മാതാപിതാക്കളിലൂടെ ഉണ്ട്, ഭാര്യയുടെ കുടുംബങ്ങളും എല്ലാവരും ഉണ്ട്. എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് എന്റെ വിദ്യാർത്ഥികൾ, ഒരുപാട് വിദ്യാർത്ഥികൾ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ കവിതകൾ ആരംഭിച്ച എല്ലാ വരികൾക്ക് ഒരു സുന്ദരമായ ഈണം പകർന്ന അവശ്യമായ രീതിയിൽ അതിന്റെ സൗമ്യമായും പൂർണ്ണമാർത്ഥത്തിൽ നമുക്ക് പകർന്നു നൽകിയ എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, അവരോടുള്ള സ്നേഹം ഈ സന്ദർഭത്തിൽ ഞാൻ അറിയിക്കുകയാണ്. രക്ഷിതാക്കൾക്ക് ഞാൻ അറിയിക്കുകയാണ്. അവസാനം നമ്മുടെ സഹപ്രവർത്തകർ പറയാതെ പോകുന്നത് ശരിയല്ല. നമ്മളാക്കുന്നതിൽ പ്രത്യേകിച്ച് ഇവിടെ പറഞ്ഞിരുന്നു 7 വർഷമായി അവതാരിയിൽ ജോലി ചെയ്യുന്നു. നമ്മളാക്കിയതിന്റെ പിന്നിലുള്ള വേരുകൾ പരതി നോക്കുമ്പോൾ ആ വേരുകളിൽ നമ്മുടെ വിദ്യാലയമുണ്ട്. ഈ വിദ്യാലയത്തിൽ ഓരോ പ്രവർത്തകരുണ്ട്. ഇവിടെ വേദിയിരിക്കുന്ന വേനശ്രീ ടീച്ചർ ഉൾപ്പെടെ, രമ ടീച്ചർ ഉൾപ്പെടെ, രമ ടീച്ചറിൽ നിന്ന്
അവർക്ക് വരാൻ കഴിയാത്ത ലീവ് അറിയിച്ചിട്ടുണ്ട്. ടീച്ചർ ആണെങ്കിലും ഇപ്പൊ നല്ല വാക്കുകൾ സംസാരിച്ച നെയ്റ്റീവ് ടീച്ചർ ആണെങ്കിലും റിട്ടയർഡ് ആയി പോയി അസൗകര്യങ്ങൾ ഉണ്ടായിട്ട് പോയി വന്ന സുനിത ടീച്ചർ അടക്കമുള്ള നമ്മുടെ അധ്യാപകർക്കൊക്കെ എന്റെ സഹപ്രവർത്തകർക്കൊക്കെ എന്നെ ഞാനാക്കിയതിൽ ഒരു വല്ലാത്തൊരു പങ്കുണ്ട്. എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് പങ്കുണ്ട്. നിങ്ങൾ എന്നെ നല്ല വേരുകളാണെന്ന് കൂടി ഈ സന്ദർഭത്തിൽ പറയാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുക. ഇത് ഒറ്റയാൾ പോരാട്ടമൊന്നുമല്ല. ഈ പുസ്തകം ഇത് എന്റെ പുസ്തകമൊന്നുമല്ല, ഇത് എല്ലാവരുടെയും പങ്കുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നല്ല ഓർമ്മകൾ സമ്മാനിച്ചവർ ഈ പുസ്തകത്തിൽ കടന്നു വന്നിട്ടുണ്ട്. പലരുമുണ്ട്, പല ആളുകളും ഈ പുസ്തകത്തിൽ വന്നിട്ടുണ്ട്. അറബി കോംപ്ലക്സിൽ നിന്ന് ഞാൻ എത്തുന്നതിന് മുമ്പേ ഇവിടെ എത്തിയ എന്റെ സുഹൃത്തുക്കൾ, എന്റെ അറബി കോംപ്ലക്സ്, എന്റെ അറബി ഭാഷാ സുഹൃത്തുക്കൾ, അധ്യാപകർ ഈ സദസ്സിലുണ്ട്. ഇവിടുത്തെ ടീച്ചർ പോലുള്ള ഒരുപാട് കവിതകൾ എഴുതുന്ന നല്ല നല്ല കവികൾ ഈ സദസ്സിലുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അഫ്സൽ മുസ്ലിസിയോട് ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ആശംസയെ കുറിച്ച് പറഞ്ഞത്. എങ്കിലും വളരെ മനോഹരമായി അദ്ദേഹത്തിന്റെ കവിതകൾ ഉൾപ്പെടുത്തി ഈ സദസ്സിനെ പ്രൗഢമാക്കിയ അഫ്സൽ മുസ്ലിസിക്കുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. മുസ്ലിസി എന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്തോട് ഒരു ബന്ധമുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ചേർക്കുന്നത് മുസ്ലിസി എന്നാണ്. മുസ്ലിസി എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊടുങ്ങല്ലൂരിന്റെ പൈതൃകത്തിലേക്കാണ് അദ്ദേഹം ചൂണ്ടുന്നത്. അങ്ങനെ ഒരു പേര് സ്വീകരിച്ച അഫ്സൽ മുസ്ലിസി ഈ യോഗത്തിനെ അഭിസംബോധന ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കും ഏറെ സ്നേഹമുള്ള, ഏറെ സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ ആഴത്തിൽ വേരുകൂടി നിൽക്കുന്ന ഒരുപാട് ഓർമ്മകളെ എന്റേതായ ശൈലി പോരായ്മകളൊക്കെ ഉണ്ടാകാം, തീർച്ചയായും ഉണ്ടാകും. ആ പോരായ്മകളിൽ നിന്നുകൊണ്ടാണ് എഴുതാൻ ശ്രമിച്ചിട്ടുള്ളത്. നിങ്ങളുടെ നല്ല വാക്കുകൾക്ക്, നിങ്ങളുടെ നല്ല വാക്കുകൾക്കും, നിങ്ങളുടെ വർത്തമാനങ്ങൾക്കും, നിങ്ങളുടെ വിമർശനങ്ങൾക്കും ഒക്കെ വേണ്ടി ഈ പുസ്തകം അനുവാചക സമക്ഷം ഞാൻ സമർപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.